പ്രശ്നോത്തര രത്നമാലികയിൽ 39 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. തുടർന്ന് 40-ാം ശ്ലോകം. കിം ശാസ്ത്രം സർവേഷാം യുക്തിർമാതാ ച കാ ധേനുഃ കിന്നു ബലം യദ്ധൈര്യം കോ മൃത്യുർയദവധാനരഹിതത്വം. കിം ശസ്ത്രം സർവേഷാം യുക്തിർമാതാ ച കാ ധേനുഃ കിന്നു ബലം യദ്ധൈര്യം കോ മൃത്യുർയദവധാനരഹിതത്വം. 94-ാമത്തെ ചോദ്യമാണ് കിം ശസ്ത്രം സർവേഷാം. സർവേഷാം കിം ശസ്ത്രം. എല്ലാവർക്കും എന്താണ് ശസ്ത്രം? കിം ശസ്ത്രം, എന്താണ് ശസ്ത്രം? സർവേഷാം, എല്ലാവർക്കും. ശസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ആയുധം എന്ന് അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ആയുധമാണ് ശസ്ത്രം എന്ന് പറയുമ്പോൾ അവിടെ വിശേഷമായിട്ട് മനസ്സിലാക്കേണ്ടത്, പ്രധാനമായ ആയുധങ്ങളെ നമുക്ക് 2 വിഭാഗമായി തിരിക്കാം. എന്തിനെക്കൊണ്ട് യോധനം ചെയ്യുന്നുവോ, യുദ്ധം ചെയ്യുന്നുവോ, അതാണല്ലോ ആയുധം. യുധി സംഗ്രാമേ എന്നാണ് ധാതു. അപ്പോൾ യുദ്ധം ചെയ്യാൻ ഉപയുക്തമായതെന്തോ അതാണ് ആയുധം. ആയുധങ്ങൾ 2 പ്രകാരത്തിലാണ്, ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും. ശസ്ത്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധം. അസ്ത്രം എന്ന് പറഞ്ഞാൽ കൈ വിട്ടുപയോഗിക്കുന്ന ആയുധം. കത്തി, വാള്, അതൊക്കെ ശസ്ത്രങ്ങളാണ്. എന്നാൽ ചക്രം, അമ്പ്, അതൊക്കെ അസ്ത്രങ്ങളാണ്. അപ്പം ഇവിടെ ശസ്ത്രമാണ് ചോദിച്ചത്. ശസ്ത്രം എപ്പോഴും കൈവശം വെക്കേണ്ടതാണ്. മാത്രമല്ല ശസ്ത്രം പ്രായേണ കൂടുതലായിട്ടും ആത്മരക്ഷയ്ക്കാണ് വിനിയോഗിക്കുക. ശത്രുഹിംസ എന്നുള്ളത് ശസ്ത്രത്തിനുണ്ടെങ്കിലും ആത്മരക്ഷ അതാണ് ശസ്ത്രത്തിൻ്റെ മുഖ്യധർമ്മം. സ്വയം രക്ഷിക്കുക. ദൂരെയുള്ള ശത്രുവിനെ കൊല്ലാൻ അസ്ത്രമാകട്ടെ, പക്ഷെ സ്വയം രക്ഷയ്ക്ക് ശസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. തൻ്റെ അരികിലെത്തിയ ശത്രുവിൽ നിന്ന് പോലും തന്നെ രക്ഷിക്കാൻ ശസ്ത്രമാണ് ഉപകരിക്കുന്നത്. അപ്പോൾ സ്വരക്ഷയ്ക്കുതകുന്നത് 2, എപ്പോഴും കൈവശം വയ്ക്കേണ്ടത്, പ്രതിയോഗിയെ കീഴ്പ്പെടുത്താനുള്ളത്, സ്വരക്ഷയ്ക്കുള്ളത്, എല്ലാ അർത്ഥങ്ങളും സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ശസ്ത്രം എന്താണ്? മറുപടി യുക്തി. യുക്തിയാണ് ശസ്ത്രം. യുക്തിബോധം വേണം. യുക്തിബോധമില്ലാത്ത ഒരാളുടെ കയ്യിൽ എന്തായുധം ഉണ്ടായിട്ടും ഒരു പ്രയോജനമില്ല, അവൻ പരാജയപ്പെടും. അതിനെ ഉപയോഗിച്ച് പ്രതിയോഗി നമ്മെ വെട്ടിന്ന് വരും. അപ്പോൾ യുക്തി എന്ന് പറയുമ്പോൾ എന്ത്, എവിടെ, എങ്ങനെ പ്രയോഗിക്കണം, അനുമാന സാമർഥ്യം, സാഹചര്യങ്ങളിൽ നിന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, ബാഹ്യമായ അറിവുകളിലൂടെ അതിൻ്റെ കാരണം എന്തെന്ന് കണ്ടെത്താനുള്ള കഴിവ്, മികവ്, അനുമാന കുശലത എന്ന് പറയാം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ അനുമാന കുശലതയുണ്ടെങ്കിൽ അതവന് വലിയൊരായുധമാണ്. അവന് സ്വരക്ഷയ്ക്കുതകുന്ന വലിയ ശസ്ത്രമാണ് യുക്തിബോധം. അതൊരിക്കലും കൈവിടരുതാത്തതാണ് മനുഷ്യൻ യുക്തിബോധത്തെ എന്ന് പറയാം. അപ്പോൾ കിം ശസ്ത്രം സർവേഷാം യുക്തി. അടുത്ത ചോദ്യം മാതാ ച കാ. ആരാണ് അമ്മ? ഇവിടെ മുൻ വാക്യത്തിലെ സർവേഷാം എന്നുള്ളത് ഇങ്ങോട്ട് അന്വയിക്കണം, എന്നാലേ അർത്ഥം ശരിക്ക് കിട്ടുള്ളൂ. അപ്പോൾ സർവേഷാം മാതാ കാ, എല്ലാവരുടെയും അമ്മയാരാണ്? അമ്മയാരാന്ന് വെച്ചാൽ അമ്മ എന്ന് മറുപടി. എന്നാൽ എല്ലാവരുടെയും അമ്മയാരാണെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി അമ്മ എന്ന് പറയാൻ വയ്യ, ആലോചിച്ച് മറുപടി പറയണം. ഇവിടെ പറയുന്ന മറുപടി ധേനുഹു. ധേനുവാണ്, പശുവാണ്. ഗോമാതാവ് പശുവാണ്. അതെങ്ങനെ പശു എല്ലാവരുടെയും അമ്മയാവും? നമ്മെ പരിപാലിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അപ്പം നമ്മയൊക്കെ അമ്മ പ്രസവിച്ചു. അമ്മ പ്രസവിച്ച അനന്തരം കുറച്ചു കാലം നമുക്ക് പാല് തന്ന് നമ്മളെ പരിപാലിച്ചു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞു, അമ്മയുടെ പാല് കുടിക്കുന്ന ശീലം മാറേണ്ട സമയമായി, അഥവാ അമ്മയ്ക്ക് പാലില്ലാതായി, അഥവാ അമ്മയുടെ പാല് മതിയാവാതെ വരുന്നു. ഈ സമയത്ത് എല്ലാവരും ആശ്രയിക്കുന്നത് ഗോമാതാവിനെയാണ്. മനുഷ്യ ശിശുക്കൾക്ക് ഏറ്റവുമധികം അനുയോജ്യമായ പാല്
പശുവിൻ്റെ പാലാണ്. ഇപ്പോൾ ഔഷധ ഗുണം നോക്കിയാലും ചില പ്രത്യേക രോഗസാഹചര്യങ്ങളെ പരിഗണിച്ചാലും ഒക്കെ ആട്ടുംപാൽ തുടങ്ങിയവ പ്രത്യേകമായി പറയേണ്ടി വരും, ചില പ്രത്യേക രോഗങ്ങൾക്ക് ഒക്കെ. പക്ഷേ സാമാന്യമായിട്ട് ആരോഗ്യത്തെ സംബന്ധിച്ച്, പരിപാലനത്തെ സംബന്ധിച്ച് നോക്കിയാൽ മനുഷ്യ ശിശുക്കൾക്ക് ഏറ്റവും യോഗ്യമായ പാല് പശുവിൻ്റെ പാലാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നമ്മുടെ വളർത്തമ്മയായിട്ടാണ് നമ്മൾ ഗോവിനെ മനസ്സിലാക്കുന്നത്. ഈ കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മുടെ ആചാര്യന്മാർ ഗോമാതാവ് എന്നൊരു സങ്കല്പം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മയൊക്കെ വളർത്തി വലുതാക്കിയ അമ്മയാണ് ഗോമാതാവ്. അപ്പോൾ എല്ലാവരുടെയും അമ്മ ആരെന്ന ചോദ്യത്തിന് ധേനു എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ഈ ഗോവിനെയാണ് നമ്മൾ വെട്ടി കൊന്ന് കഷ്ണങ്ങളാക്കി ശാപ്പാട് കഴിക്കുന്നത്. ഈ അമ്മയുടെ കണ്ണുനീരും അമ്മയുടെ ദുഃഖവും എത്രമാത്രം നാടിന് നാശകരമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഗോമാംസ ഭക്ഷണം അത് അഭക്ഷ്യ ഭക്ഷണമാണ്. അതിമാരകങ്ങളായ രോഗങ്ങളുടെ കാരണം തേടിപ്പോയാൽ, ഈ ലോകത്തിലെ അശാന്തിയുടെ സ്രോതസ്സ് തേടിപ്പോയാൽ ഒരു സംശയമില്ലാതെ പറയാം, ഈ അമ്മയെ ദിവസവും നമ്മൾ വെട്ടിക്കൊല്ലുന്നതായ ആ ദുരിതത്തെ നോക്കി കാണേണ്ടി വരും. ഇത് പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന പലരും പരിഹസിച്ചേക്കാം. കാരണം പശുവിനെ, ഗോമാതാവിന് പ്രത്യേകിച്ച് മൂല്യം കൊടുക്കാതെ വെറും ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്നവർ ചിലപ്പോൾ ഇതിനെ കളിയാക്കിയേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കളിയാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനെ നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം അത് ഗോവിനെ മാതൃഭാവത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ചോദ്യം സർവേഷാം മാതാ കാ ധേനുഹു. തുടർന്നുള്ള ഭാഗം അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.